ചുങ്ക ജ്വല്ലറി 5 minutes fun star. ഫേവറേറ്റ് റൗണ്ടിൽ ലൈവ് സ്കിറ്റുമായി കടന്നു വരുന്നു ടീം കാർണിവൽ. നമസ്കാരം, ഞാൻ സൈനൻ കടാമങ്കട. ഞങ്ങളുടെ ടീമിന്റെ പേര് കാർണിവൽ. എൻ്റെ കൂടെ ഹരിശ്രീ ബ്രിജേഷ് ഉണ്ട്. അദ്ദേഹത്തെ ഞാൻ ഒന്ന് വിളിക്കട്ടെ. ബ്രിജേഷ് എവിടെയാണിത്? ഹലോ, ഇവിടെ ഉണ്ട്. കല്യാണ കച്ചേരി പാടാമിനി കല്യാണത്തിനും കല്യാണത്തിന് പോയി. കല്യാണത്തിന് അല്ലെ സൈനിലെ കല്യാണത്തിനോട് ഞാൻ കണ്ടില്ല. ഇവിടെ എന്നെ കല്യാണം വിളിച്ച ഇത് കേട്ടതൊന്നും ഞാൻ രണ്ട് വിളിച്ചിട്ട് പോയായിരിക്കുന്നു. എന്റെ പൊന്ന് സൈന്യ, ഈ കല്യാണം അതേപോലെ നല്ല നല്ല ഫംഗ്ഷൻ ഉള്ള ഇതൊന്നും വിളിക്കേണ്ട കാര്യമില്ല. നമ്മളങ്ങോട്ട് ചെല്ലുക, അവരെ കാര്യമായിട്ട് സഹായിച്ചു കൊടുക്കുക. അത് ശരി. ഇത് പറഞ്ഞപ്പോഴാണ് മറ്റുള്ളവരോടെ പോയി. നമ്മുടെ മറ്റുള്ള ഞാൻ ഇങ്ങോട്ട് വരുന്നവര് കണ്ട് രാജീവിനെ ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ട്. രാജീവ് നമ്മുടെ ചേർത്തലക്കാരൻ രാജീവ്. അതെ, അല്ല നീ ഉണ്ടായിരുന്നു കല്യാണം. അത് ശരി, അത് ശരി. അപ്പൊ നമ്മൾ നസീമിന്റെ നസീം അവനും നസീം അവിടെ ഞാൻ കണ്ടായിരുന്നു. നസീമും വന്നല്ല നസീമേ. അപ്പൊ എല്ലാവരും ഇന്ന് കല്യാണ സദ്യ കൊണ്ട് നടക്കുന്നത്. അത് ശരി. അല്ല ഇത് പറഞ്ഞ പ്രഭാഷന്റെ അടുത്തൊരു കാര്യം പറഞ്ഞായിരുന്നു. അവന്റെ വീടിന്റെ അടുത്ത് അടിപൊളി കല്യാണം അവിടെ പോയിട്ടേ വരുള്ളൂ. അതല്ലേ, അതായിരിക്കും താമസിക്കുന്നത്. നമ്മുടെ സമയം നസീമിന്റെ മണമാല അടിക്കുന്നത്, ബിരിയാണിയുടെ മണമാല അടിക്കുന്നത്. അതേ ദേ വന്നല്ല നമ്മുടെ പ്രഭാഷ്. ഇത് എവിടെ പോയി ഒരു കല്യാണം ഉണ്ടായിരുന്നു, പോയി പക്ഷെ കഴിക്കാൻ പറ്റിയില്ല. ആള് കൂടുതൽ തെള്ളി അവർ വെളിയിലാക്കിയത്. അപ്പൊ ഏതായാലും എല്ലാവരും കല്യാണത്തിൽ പോയി കല്യാണ സദ്യയൊക്കെ ഉണ്ടെച്ച് മതിരിക്കുകയാണല്ലോ. എങ്കിൽ നമ്മുടെ കൗമുദിയുടെ ഈ കോമഡി പ്രേക്ഷകർക്ക് വേണ്ടി കോമഡിയും പാരഡിയും കോമഡി ഡാൻസും എല്ലാം ചേർന്ന ഒരു വിഭവസമൃദ്ധമായ ഒരു സദ്യ അങ്ങോട്ട് വിളമ്പിയാലോ? വിളമ്പാം. കഴിക്കാൻ അവര് തയ്യാറാണ്. പിന്നെ അവരെ എപ്പോഴേ റെഡി. ഇന്ന് അടിക്കടി വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം വിവാഹത്തെയും വിവാഹസദ്യയെയും ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, ഈ വിവാഹക്ഷണം പോലും ഈ വിലക്കയറ്റത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ പാട്ടും വെച്ചിരുന്നേ വിരുന്നാരെ കൂട്ടരുത്. എന്റെ കയ്യില് 10 പൈസയില്ല. നിങ്ങളുടെ എന്നാ മനുഷ്യ 10 പൈസ ഉള്ളത്? ഈ വീട്ടിലാണല്ലേ അരിയില്ല, ഉപ്പില്ല, മുളകില്ല, ഒരു വകയില്ല. നിങ്ങൾക്ക് അറിയാമോ ഇതിനെ കുറിച്ച് വലിയ വിചാരം ഉണ്ടോ നിങ്ങൾക്ക്? ആണോ? എടി കഴിഞ്ഞ ദിവസം ഞാൻ 250 രൂപ അങ്ങോട്ട് തന്നല്ലേ? അയ്യോ, 250 രൂപ തന്നെന്ന്. ഇക്കാലത്ത് 250 രൂപ എന്തോത്തിനുണ്ട് മനുഷ്യ? അതേ, കഴിഞ്ഞ ദിവസം അണ്ണാച്ചി പേര് അടിപ്പാവടെ മേടിച്ചു. അന്നൊരു പറയും, അടിപ്പാവടെ കൊണ്ട് ചോറും വെക്ക്, അതിന്റെ വള്ളിയും കൊണ്ട് തോരനും വെക്ക്. ഓ, ഞാൻ എത്ര നാളെ കൊണ്ട് പറയാം എനിക്ക് കുറച്ച് പാവയ്ക്ക മേടിച്ചു തരാൻ. എടി പാവക്ക കഴിച്ചാലൊന്നും നിന്റെ ഷുഗർ പോകൂല. അങ്ങനെ ഷുഗർ പോണെങ്കിലേ പുറത്ത് ആമ്പിളരെ കണ്ടുള്ള പഞ്ചായത്ത് ഞങ്ങൾ നിർത്തിയാൽ മതി. ഷുഗർ കുറയ്ക്കാൻ അല്ല പൊന്നു മനുഷ്യ. പിന്നെ പാവയ്ക്ക ജ്യൂസ് കുടിച്ചാലേ മുഖത്തുള്ള കുരുക്കളൊക്കെ പോവന്നേ. കഴിഞ്ഞ ദിവസം പേപ്പറിലുണ്ടായിരുന്നു. ഈ പാവക്കട പുറത്ത് എന്താ കുരുക്കളല്ലേ? ഈ കുരു കുടിച്ചാൽ നിന്റെ കുരു പോകുക. അതെ, ഇന്നത്തെ പേപ്പർ വായിച്ചിട്ട് കുറെ നേരമായി. എന്തുകൊണ്ട് പേപ്പർ വിശേഷം? വിശേഷം പത്രക്കാർ മണ്ടത്തരം എഴുതി പിടിപ്പിക്കുന്നു എന്ന് മന്ത്രി. എന്റെ പൊന്നു ചേട്ടാ, ഈ മന്ത്രിമാർ തന്നെയല്ലേ ഈ മണ്ടത്തരങ്ങൾ മൊത്തം പറഞ്ഞു കൊടുക്കുന്നതും. അത് കൊള്ളാം. പിന്നെ മോഹൻലാലിന്റെ പടം കാണാൻ മുഖ്യമന്ത്രി വിസമ്മതിച്ചു. അതന്നെ ഞാൻ നോക്കട്ടെ. എറണാകുളം സരിത തിയേറ്ററിൽ ചുമ്മാതല്ല, ആ പേരൊന്നുകൂടെ പറഞ്ഞേ. എറണാകുളം സരിത തിയേറ്ററിൽ ഓടുന്ന മോഹൻലാൽ. പൊന്നു മനുഷ്യ, സരിത എന്ന് കേട്ട ആരെങ്കിലും അങ്ങോട്ട് പോകുമോ? ഹരിത കേരളമല്ലല്ലോ, സരിത കേരളമല്ലേ ആ മുഖ്യമന്ത്രി പോകുന്നത്. എടി വേറെ ഉണ്ട്. എറണാകുളം കവിത തിയേറ്ററിലെ മുഖ്യമന്ത്രി സിനിമ കാണാൻ വിസമ്മതിച്ചു. എന്റെ പൊന്നു മനുഷ്യ, അതല്ലേ ഞാൻ പറഞ്ഞത്. ഈ കവിതയെന്നും സരിതയെന്നും ഒക്കെ കേട്ടാൽ ആരെങ്കിലും പോകുമോ? പിന്നെ ആ മുഖ്യമന്ത്രി ഇതൊക്കെ കാണാൻ അങ്ങോട്ട് പോകുന്നത്. അത് ശരി. എടി നല്ലൊരു ന്യൂസ് ഉണ്ട്. വിളിക്കാത്ത സദ്യക്ക് എങ്ങനെ പങ്കെടുക്കാം എന്നതിനെ കുറിച്ച് സെമിനാർ നടക്കുന്നു. തിരുവനന്തപുരത്ത് കൗമുദി ഓഡിറ്റോറിയത്തിൽ ഇന്ന് 11 മണിക്ക് പ്രൊഫസർ തീറ്റപ്പണ്ടാറം ക്ലാസ് എടുക്കുന്നത്. നീ വരുന്നുണ്ടോ? ഞാൻ എന്തോത്തിനാ വരുന്നത്? നിങ്ങളല്ലേ മനുഷ്യ വിളിക്കാത്ത കല്യാണത്തിന് സദ്യ ഉണ്ണാൻ പോകുന്നത്. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണല്ലേ? നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. എന്നാ ഞാൻ പോട്ടെ. ഇന്നത്തെ ഈ വിലക്കയറ്റത്തിന് വിളിച്ചവരെല്ലാം വിവാഹത്തിന് എത്തിച്ചേർന്നാൽ വിവാഹസദ്യയുടെ മുന്നിൽ സ്വർണം പോലും തോറ്റുപോകും. അപ്പോൾ ക്ഷണിക്കാത്തവർ കൂടി എത്തിയാലോ? പ്രിയമുള്ളവരെ, കല്യാണ വീടുകളിലും മറ്റ് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിലും വീഡിയോ ക്യാമറയുള്ളതിനാൽ വിവാഹ വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ക്യാമറയും പറ്റിച്ച്
എങ്ങനെ കല്യാണ വീടുകളിലെത്താം, സദ്യ ഉണ്ണാം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു പഠന ക്ലാസ്സാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പ്രശസ്തനായ ഫുഡപ്പൻ ക്ലാസ് എടുക്കുന്നതാണ്. അദ്ദേഹം ഇതാ എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ആരതി ആരതി പൂട്ടോ 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 വെക്ക് വെക്ക് എല്ലാം ഇവിടെ എല്ലാം ഇവിടെ. നമസ്കാരം. അപ്പൊ നമുക്ക് വിളിക്കാത്ത സദ്യക്ക് എങ്ങനെ ഇരിക്കാം എന്ന സെമിനാറും പഠന ക്ലാസ്സും ആരംഭിക്കുകയാണ്. അതിനു മുമ്പായിട്ട് നമുക്കൊരു ഈശ്വര പ്രാർത്ഥന കൂടി അങ്ങോട്ട് തുടങ്ങാം. കാര്യം വൃശ്ചിക മാസം വരികയാണല്ലോ, ശബരിമല സീസണൊക്കെ, ഒരുപാട് ഉത്സവങ്ങൾ, ഒരുപാട് അമ്പലങ്ങളിൽ ഭജനകൾ, ഒരുപാട് ഗാനമേളകൾ, ഒരുപാട് സപ്താഹങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഈശ്വരൻ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. പിടിച്ചോ. വൃശ്ചിക മാസം വ്രതശുദ്ധിയോടെ മാലയണിഞ്ഞ് മുറ്റത്തൊരു പന്തലും കെട്ടി ഇരുമുടി കെട്ടും തലയിലേന്തി പമ്പയിൽ ചെന്ന് പമ്പാസ്നാനവും കഴിഞ്ഞ് കരിമലയും നീലിമലയും ചേട്ടി അപ്പാച്ചിമണിൽ ഉണ്ടേറിഞ്ഞ് ചരകൊത്തിയാലിന് വലം വെച്ച് 18 പടിയും ചവിട്ടി ഇറങ്ങുന്ന അയ്യപ്പ ഭക്തന്മാർ പരസ്പരം വിളിക്കുന്നു സ്വാമിയെ എന്ന് തന്നെയാണ്. സ്വാമിയേ. അപ്പൊ അങ്ങോട്ട് തുടങ്ങിയേക്കാം. എല്ലാവരും പുസ്തകം എടുക്കൂ. പാഠം 1. പാഠം 1. വിളിക്കാത്ത പന്തിക്ക് എങ്ങനെ ഇരിക്കാം. അതിനു മുമ്പ് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരു ടൂൾസ് വേണം. നമ്മുടെ ആഹാരം കഴിക്കാൻ പോകുന്ന ഒരു ടൂൾസ് ഉണ്ടാകണം. ഉദാഹരണത്തിന് പറയണമെങ്കിൽ ആശാരിക്ക് ഉളിയും കൊട്ടുപടിയും ഉണ്ട്. മനസ്സിലായല്ലോ? ഇലക്ട്രീഷ്യന് പ്ലെയറും ടെസ്റ്ററും ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ടൂൾസ് എന്താണ്? വായും വയറും. അത് മാത്രമല്ല, പ്രധാനപ്പെട്ട ടൂൾസ് ഉണ്ട്. ഇത് കണ്ട, ഇതെന്താണെന്ന് മനസ്സിലായ? വെറും കവറല്ല, പ്ലെയിങ് കവർ. നമ്മളൊരു കല്യാണ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഇതങ്ങോട്ട് എടുക്കുക, എടുത്തിട്ട് 2ആയി മടക്കുക, പ്ലെയിങ് കവർ. എന്നിട്ട് നമ്മുടെ പോക്കറ്റിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. ഇത് കണ്ടാൽ കുറച്ച് ഭാഗം ഇങ്ങനെ പൊന്തിരിക്കണം. നമ്മുടെ നിപ്പും പരുവൊക്കെ കണ്ടാല് ഒരു 2000 രൂപ ഈ പോക്കറ്റിലുള്ള പ്രൗഢി ഉണ്ടാകും. ഒരു ഗാംഭീര്യം ഇതിനകത്ത് നിൽക്കാവും. ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. ഇപ്പൊ 2000 രൂപ കവർ വെച്ചിരിക്കുകയാണ് നിന്റെ പോക്കറ്റിൽ. കണ്ടാ? അപ്പൊ പ്രൗഢിയും ഗാംഭീര്യം കാണിച്ചു നിന്നെ. നിന്റെ പോക്കറ്റ് 2000 രൂപയുടെ കവറല്ലേ? അല്ലാതെ 2000 രൂപയുടെ കാലിക്കട്ടിയൊന്നും അല്ലല്ലോ. ഇങ്ങനെയാണോ നിൽക്കണം? സ്റ്റേണായിട്ട് നിൽക്കണം. ഈ കവറും വെച്ചിട്ട് ഇങ്ങനെ പോയി അവർ നിന്റെ കവറടക്കം നിർത്തേണ്ടി വരും. മനസ്സിലായോ? മനസ്സിലാക്കണം. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ കല്യാണ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരിക്കലും ക്യാമറയുടെ മുമ്പിൽ ചെല്ലരുത്. മനസ്സിലായോ? അവിടെ CC ക്യാമറ, വീഡിയോ ക്യാമറക്കാരുണ്ട്. അവര് നമ്മൾ ഒപ്പിയെടുക്കും. ഉദാഹരണം, നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ചെടിച്ചട്ടി ഉണ്ടാവും, മുസാന്റെ ചെടി ഉണ്ടാവും, ചെറിയ ചെറിയ തൈത്തങ്ങളാവും. അവിടെ നമ്മളിങ്ങനെ കൈയും പിടിച്ച് ഇങ്ങനെ നിൽക്കും. അവര് നേരെ ഇങ്ങനെ നമ്മൾ ഒപ്പിയെടുക്കും. ഒപ്പിയെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കേണ്ട നമ്മള് പോലീസുകാർ വരുമ്പോ ഇങ്ങനെ പോകേണ്ടി. ഞാൻ പോയത് ഇങ്ങനെ കുഴപ്പമില്ല. നീ അങ്ങനെ എക്സ്റേ ഫിലിം എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും. നമ്മൾ ഈ ക്യാമറ കിട്ടാതിരിക്കാൻ നമ്മൾ ക്യാമറ കിട്ടാതിരിക്കാം. ഒറ്റ കാര്യമാണ് ക്യാമറ കിട്ടാതിരിക്കാനായിട്ട്. നമ്മൾ പോയി നിൽക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സദ്യപന്തലുണ്ടല്ലോ, സദ്യപന്തലിനോടും അതേപോലെ നമ്മുടെ പാചകപ്രയുണ്ട്, അതിനോട് ചേർന്ന് നിൽക്കാവുള്ളൂ. സൈഡില് എപ്പോഴും അവിടെ പോയി നിൽക്കും. ദൃഷ്ടി എപ്പോഴും കലവറയിലായിരിക്കും. ദൃഷ്ടി എപ്പോഴും ഇപ്പോഴത്തെ പാചകപ്പര, ഇവിടെ സദ്യപ്പന്തല്. ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രയോജനമുണ്ട്. ആ പപ്പടത്തിന്റെ മണവും, ആ പാൽപ്പായസത്തിന്റെ മണവും, ആ അടപ്രഥമന്റെ മണവും, പരിപ്പിന്റെ മണവും, ആ രസത്തിന്റെ മണവും എല്ലാം കൂടി അടിച്ചങ്ങോട്ട് കയറുമ്പോണ്ടല്ല, നമ്മുടെ വൻകുടലും ചെറുകുടലും അങ്ങോട്ട് കിടന്ന് അങ്ങോട്ട് വികസിച്ചു വരും. അപ്പൊ നമുക്ക് കണ്ടാളും പരവേശമായിരിക്കും. നേരെ കയറുക, തട്ടുക. 1ാമത്തെ പന്തി നേരെ കയറുക, തട്ടുക. 2ാമത്തെ പന്തി